അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, നമ്മളിന്ന് കൊട്ടാരക്കര വരെ സാറ്റർഡേ ഈവനിങ് ആയിട്ട് പോവുകയാണ്. നമ്മൾ എന്തിനു പോകുന്നു? നാളെ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ വാഗ്പേ ബ്ലോഗറാണ്, പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ വാഗ്പേ എന്ന നിങ്ങൾ യൂട്യൂബിലോ യൂട്യൂബിലില്ല ഇൻസ്റ്റാഗ്രാം ചാനലില് ലാസ്റ്റ് വീഡിയോ പട്ടാഴി അമ്പലത്തിലെ ഷൂട്ട് ചെയ്തേക്കുന്നതിൽ ആങ്കർ പുള്ളിയാണ്. അതെ, അർജുൻ വാഗ്പേ മുണ്ടൊക്കെ എടുത്ത് അറിയാവുന്ന എല്ലാവർക്കും ഫേമസ് ആണ് പുള്ളി. പട്ടായയിലെ ഒരു എന്താ പറയുന്നത്, ഒരു കിട്ടിയ ആദ്യത്തെ വെരിഫൈഡ് അക്കൗണ്ട് ആണ്. ഫസ്റ്റ് എവർ ബ്ലോഗറാണ്. വീഡിയോ 100K കഴിഞ്ഞു. പുള്ളിക്ക് ഒരു ലോങ് വിഷൻ ഉണ്ട്. പുള്ളിയുടെ ഇപ്പോഴത്തെ വിഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളി ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പുള്ളിയുടെ പ്ലാൻ അനുസരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം വിട്ട് പിരിഞ്ഞ് ഒരു ഒഫീഷ്യൽ ബ്ലോഗറായിട്ട് മാറാനായിട്ടുള്ളൊരു ചെറിയ പാർട്ട് ടൈം വ്ളോഗർ ഫുൾ ടൈമിലോട്ട് മാറാനുള്ള ഇതാണ്. അതിന് ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഞങ്ങൾ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. സപ്പോർട്ടും ഉണ്ട് നമ്മുടെ. അപ്പൊ പുള്ളിയുടെ മോളുടെ ആദ്യത്തെ പിറന്നാളാണ്. അപ്പൊ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരെ പറ്റി പറയുമ്പം എന്താണ് പറയാനുള്ളത്? കൊട്ടാരക്കരെ പറ്റി പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഗണപതി അമ്പലം. നീ പഠിച്ചതൊന്നും കൊട്ടാരക്കര അല്ലായിരുന്നു? അല്ല, ഞാൻ പഠിച്ചത് പത്തനാപുരം. ഞാൻ ആക്ച്വലി എനിക്ക് കുറെ നൊസ്റ്റാൾജിക് മൊമെന്റ്സ്, ഫീലിങ്സ്, ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ലൈക്ക് ട്യൂഷൻ സെന്റർ കൊട്ടാരക്കരയാണ്. ഫസ്റ്റ് പ്രണയം കൊട്ടാരക്കരയോ അതിവിടെ പറയട്ടെ. ഇല്ല, അത് കുറച്ച് അതെ, അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മള് ഇങ്ങനെ കൊട്ടാരക്കര കുറച്ച് ട്രാജഡി സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് അധികം മൊമെന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. എനിക്ക് അങ്ങനൊന്നും ഇല്ല കൊട്ടാരക്കര. എനിക്ക് ആകെ ഇപ്പൊ ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗണപതി അമ്പലം, നമ്മുടെ ഉത്സവം പരിപാടികള്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ജോലിക്ക് വന്ന കൊല്ലത്തായതുകൊണ്ട് കൊട്ടാരക്കര വന്നിട്ടേ പോകാൻ പറ്റൂ എന്നുള്ളത്. വേറെ കൊട്ടാരക്കര ഒരു സെന്റർ ഹബ്ബാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കൊല്ലത്തെക്കാട്ടിലും കുറച്ചുകൂടെ ആണ്. കൊട്ടാരക്കര ഒരുമാതിരിപ്പെട്ട ബ്രാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മൊത്തം പരിപാടികളും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു, നമുക്ക് ഏറ്റവും അടുത്തൊരു നല്ലൊരു ടൗൺ എന്ന് പറയുമ്പോൾ കൊട്ടാരക്കര തന്നെയായിരിക്കും. ഷോപ്പിംഗ്സ് ഒക്കെ കുറച്ച് കുറവാണെങ്കിൽ അടൂരിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഷോപ്പിംഗ് ബ്രാൻഡ്സ് കുറച്ച് കുറവായിരിക്കും. ഫുഡ് സ്പോട്ട് ഒക്കെ ആണെങ്കിൽ അടൂരാണ്. കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കുഞ്ഞിന് വേണ്ടി നമ്മളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളവിടെ ടെക്സ്റ്റൈൽസ് നമ്മളൊരു ഷോപ്പുണ്ട്, കിഡ്സിന്റെ ഒക്കെ വാങ്ങിക്കുന്നത്. പല പരിപാടികളും നോക്കുന്നുണ്ട്. കൊച്ചിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പല പരിപാടികളും നോക്കും. ഒരു വയസ്സായ കുഞ്ഞിന് എന്തോ സർപ്രൈസ്, അതാണല്ലോ ഇത്. അല്ല, അത് നമുക്ക് അച്ഛന് അങ്ങനെ ചെയ്യാം. അപ്പൊ ആരെങ്കിലും സർപ്രൈസ് ആവുന്ന ഒരു സമ്മാനം നമ്മൾ വാങ്ങിച്ചിരിക്കും. അതെ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് രാത്രി അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് സർപ്രൈസ് പരിപാടികളുണ്ട്. അത് വേറെ ഉണ്ട്, എല്ലാം വ്ളോഗിൽ വരും. അതെ. അപ്പം ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് പറയണ്ടേ? അച്ഛനെ രണ്ട് പൊക്കി പറഞ്ഞാലോ? അച്ഛനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെ നമ്മളൊരു വലിയൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരാളാണ് അർജുൻ ബിരാജ്. എല്ലാ കാര്യത്തിലും. ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നമുക്കിപ്പോ ഞാനിപ്പോ യൂട്യൂബ് ചാനലിൽ വ്ളോഗ് തുടങ്ങിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് അച്ഛനെ. ഒരുപാട് കാര്യങ്ങൾ മോട്ടിവേഷൻ. ഇപ്പം പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ, വ്ളോഗിങ് പരിപാടി, അങ്ങനെയാണെങ്കിലും നമുക്കൊരു എന്താ പറയാ, ഒരു മാതൃകാ പുരുഷൻ, ഒരു ഉത്തമ പുരുഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, അതെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന മലയാളി മങ്ക. അതെ, അങ്ങനെ മലയാളി മങ്ക എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരാളാരാണ് അച്ഛൻ അർജുൻ ബിരാജ്. അതെ, പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും അറിയത്തില്ല. അതെ, നമ്മളെ സോഷ്യൽ മീഡിയയിൽ അർജുൻ ബിരാജ് എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയും. പിന്നെ എല്ലാവരും ഈ വോയിസ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് അർജുൻ ബിരാജിന്റെ അക്കൗണ്ട്സിലൊക്കെ കുറച്ച് നല്ലൊരു ട്രാഫിക് സംഭവിക്കും. പക്ഷെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഗേൾസ് ആരും ഫോളോ ചെയ്യരുത്. കാര്യം ചേച്ചിയുള്ള അങ്ങനെ ചേച്ചിക്ക് പ്രശ്നമായിട്ടൊന്നും അല്ല, ചേച്ചിക്ക് ഇച്ചിരി കോഴിത്തരങ്ങളുണ്ട്. അങ്ങനല്ല, അങ്ങനെ ഗേൾസ് ആദ്യം അങ്ങനെ പുള്ളിയുടെ പേഴ്സണൽ അക്കൗണ്ട് ഫോളോ ചെയ്ത്, പുള്ളിയുടെ അർജുൻ വാഗ്വേ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. വാഗ്വേ ഗേൾസിനെല്ലാം ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കണ്ടന്റ്സ് ഒക്കെ ഇടാറുന്ന കണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പുള്ളിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതെ, പക്ഷെ അടുത്തോടെ ഉണ്ടായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടിയത്.
അത് നമുക്ക് വൈകുന്നേരം ഇവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ശരത്ത് വരും, വ്ളോഗിൽ വരുന്നുണ്ട്. ശരത്തിന്റെ ആരാധകർക്ക് വേണ്ടി ശരത്തിനെ കൊണ്ടുവരുന്നതായിരിക്കും. അത് നമുക്ക് ഒരു ഇതാ എന്താ പറയുന്നത്, ഗസ്റ്റ് റോളാണ് ശരത്ത്. ശരത്ത് ഇല്ലാതെ ഒരു വ്ളോഗ് ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഒരുപാട് കാമിയോ റോളിലാണ് നമ്മളിപ്പോ എത്തിക്കുന്നത്. കമന്റ് ബോക്സിലും അല്ല, എല്ലാരും ചോദിക്കുന്നത് വിളിച്ചിട്ടോ ശരത്ത് എന്തുകൊണ്ട് വന്നില്ല വ്ളോഗിൽ, ശരത്തിനെ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തി എന്നൊക്കെ ചോദിക്കുന്നത്. ശരത്ത് വരും, ശരത്ത് ഉറപ്പായിട്ടും വരും. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് വരും, നിങ്ങൾ കണ്ടന്റ് തരുന്നതായിരിക്കും. ഇപ്പൊ എങ്ങനെയായാലും വരും. ആക്ച്വലി അത് കൊള്ളാമായിരുന്നു തോന്നുന്നു. അത് കൊള്ളത്തില്ലേ? അത് വലുതാണോ? ഒരു വയസ്സിനുള്ള അല്ലേ ഇത്? പുറകിൽ കിടക്കുന്നത് അതോ കറക്റ്റ് ആയിരിക്കും? ആ, അതൊന്ന് മാറ്റി വെച്ചൊന്നു. അത് നമുക്ക് നോക്കാം. അതിങ്ങോട്ട് മാറ്റി വെച്ചോ. അത് നോക്കട്ടെ. അതിന്റെ ഫ്രണ്ട് നല്ല വെളുത്ത വെച്ചാണെന്നുണ്ടെങ്കിൽ പച്ചയും കാട്ടി ഏറ്റവും കൂടുതൽ മാച്ചാവുന്നത് പർപ്പിളായിരിക്കും. നമുക്ക് വേറെ നോക്കാം ഇതിനകത്ത്. കാരണം ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് കളറല്ലേ, ഡാർക്ക് കളേഴ്സ് ആയിരിക്കും നല്ലല്ലേ? ഇതും ചെയ്യും. നമ്മളാ ഇതെടുത്തില്ലേ, വേറെ തൊടുമ്പോ തന്നെ സോഫ്റ്റ്നെസ്. ഫാൻസി ഡ്രസ്സിന്റെ പ്രത്യേകതയാണത്. ആ, ഇതിന്റെ മറ്റേ വേറെ കളർ കൂടെ ഉണ്ട്. പർപ്പിൾ എടുത്തില്ലേ, അതിന്റെ വേറെ കളറാണ് ഇത്. ഓ, ഇതോ? ഇത് 1.5 വയസ്സിന്റെ സൈസ്. 1.5 വയസ്സിന്റെ. ചെറുതുണ്ട്, 1 വയസ്സിന്റെ. അതും കൂടെ 1 വയസ്സ് കഴിഞ്ഞല്ലേ, അപ്പൊ ഇനി 1.5 വയസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ പോരെ? അതല്ലേ ലാഭം. 1 വയസ്സ് വലുതാവും. 1.5 വയസ്സിന്റെ കൊടുത്താൽ അല്ലേ? അതിന്റെ വലുത് വേണമെങ്കിൽ വലുത്. സാധാരണ ഈ 1 വയസ്സിന്റെ കുഞ്ഞുങ്ങളുടെ ഇപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 18 കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻസി ടൈപ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തില്ലല്ലോ, കാഷ്വൽ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്തില്ലല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻസിനോ ഇപ്പൊ ഇടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിടാം. കുറച്ചൊന്നും അല്ല, ഇപ്പൊ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കിടാവും. ലോങ് ടൈമിലേക്ക് വാങ്ങിക്കാൻ കൊടുക്കാതല്ലേ? കൊള്ളാം, ഈ സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നൈസായിട്ടുണ്ട്. ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷെ ഇത് ഉടനെ ഇട്ട് കാണാൻ നമുക്ക് ഭാഗ്യം പറ്റുമെന്ന് തോന്നില്ല. 3 മാസം കഴിഞ്ഞിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഇടാം വ്ളോഗിൽ. ഇപ്പൊ ഇടാനാണെന്നുണ്ടെങ്കിൽ അതെടുത്തോ. ഇപ്പൊ ഇട്ട് കാണണമെങ്കിലല്ലേ? ഇപ്പൊ കാണും കുറെ ആളുകൾ കൊടുക്കും, അപ്പൊ എല്ലാം എടുത്തുമ്പോഴത്തേക്ക് നമ്മുടെ കിട്ടത്തില്ല. പക്ഷെ അത് പറയാൻ പറ്റില്ല. കുറെ ആൾക്കാർ ഇങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് ഫ്യൂച്ചറിലേക്കുള്ളതായിരിക്കും എടുക്കുന്നത്. നമുക്ക് എന്ത് പറയാം, 2 വയസ്സിനുള്ള ഡ്രസ് ആയിരിക്കും എടുക്കുന്നത്. ഇതിന്റെ ഒരു 6 മാസത്തിന്റെ സൈസിലാണ്. ഞാൻ നോക്കിയിട്ട് അതിന്റെ ഒരു ഇതെന്താ പറയുക, നമുക്ക് ഇന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ നാളെ വേണമെങ്കിൽ പരിപാടി കഴിയുമ്പോൾ നാളെ അവളെ കൊണ്ട് ഇടിയിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ബാക്ക് വെച്ചാൽ കിട്ടിയാൽ മതി, കുറച്ച് അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലും നല്ല സാധനമാണ്. നല്ല ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്. കൊള്ള സാധനം, പൂക്കി തന്നെ. അത് അച്ഛനോട് എന്തായാലും അയാൾക്ക് മേടിക്കാൻ അറിയാം. എന്നാ ചോദിക്കേ, അച്ഛനോട് ചോദിച്ചോ. ഞങ്ങൾ സാധനം സെലക്ട് ചെയ്തു. 1 വയസ്സിന്റെ ഉണ്ട്, 1.5 വയസ്സിന്റെ ഉണ്ട്, ഏതാ വേണ്ടതെന്ന് ചോദിക്കും. അല്ല, എന്ത് ചെയ്യുന്നതിനകത്ത് സർപ്രൈസ് ഒന്നും അല്ലല്ലോ. എന്ത് സംഭവം ഇത്? മറ്റേ ഇതിന്റെ ഒന്ന് പിടിച്ചേ, കണ്ണാടി ഉണ്ട് പൂക്കി. കൊള്ളാം, നൈസായിട്ടുണ്ട്. പ്രത്യേകത അല്ലല്ല വേറെ. പിന്നെ 1 വയസ്സിന്റെ വേണോ 1.5 വയസ്സിന്റെ വേണോ എന്നൊരു കൺഫ്യൂഷൻ. അച്ഛനോട് ചോദിക്കട്ടെ. 1.5 വയസ്സിന്റെ എടുത്താൽ മതി. ഇപ്പൊ കുഞ്ഞിന് 1 വയസ്സാ, ഇപ്പൊ വലുതെടുക്കണോ? അയാളോട് ചോദിക്കണോ? അപ്പൊ വേണ്ട, അയാളായിരുന്നു തിരിച്ചു വിളിക്കുന്നു. ബട്ടർഫ്ലൈ നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. കൊള്ളോ? നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. മതിയോ? എടാ മതിയോ?
പിന്നെ ഇത് വെള്ളമൊന്നും അല്ല. വെള്ളയല്ല, ഇതൊരു ബേജ്, ക്രീം ബേജ് കളറാ, ഒരു ഓഫ് വൈറ്റ്. പക്ഷെ ഇത് കൊള്ളാടാ, ഇത് ഉള്ളതിൽ കുറച്ച് നല്ല സാധനം ഇതാ. പേര് പറഞ്ഞു എടാ, ശരിയാടാ, ഇത് വാങ്ങിച്ചിട്ട് കാണാം. വ്ളോഗ് ബൈ AK, വ്ളോഗ് ബൈ AK. അങ്ങനെ സെർച്ച് ചെയ്താലൊന്നും കിട്ടൂല, വലിയ പാടാ. സെർച്ച് ഗൂഗിളൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നത്. അതെ, ഞങ്ങൾ തന്നെ പരസ്യപ്പെടുത്തിക്കൊണ്ട് പോകുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ചാനൽ അത് വ്ളോഗിങ് AK. അത് ഇതൊക്കെ തന്നെ, ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് പോവുക, അവരുടെ പരിപാടികൾ, തമാശകൾ, കോമഡി. മിസ്റ്റേലും കിട്ടുന്ന നടക്കുന്നതാ. വ്ളോഗ് ബൈ AK സെക്കൻഡ് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ ഫെദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല, നമ്മുടെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പം കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കളക്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യാനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊട്ടാരക്കര ഫെദേഴ്സിൽ വരാം. കൊട്ടാരക്കര ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പം ഓക്കെ കലാകാണികളെ, അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നിങ്ങളുടെ സ്വന്തം ശരത് നമ്മുടെ വ്ളോഗിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പം നമ്മൾ കാണുന്നത് ഇതുവരെയായിരിക്കും, ഇതിനകത്തൂടെ ആയിരിക്കും നിങ്ങൾ ശരത്തിനെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് നമ്മളൊരു കടയിൽ വന്നിരിക്കുകയാണ് പട്ടാഴിയിൽ. അപ്പോൾ ശരത്ത് ഏതാനും നിമിഷങ്ങൾക്കകം ഈ തെരുവോരങ്ങൾ ക്യാമിയോ റോഡിൽ ഈ തെരുവോരങ്ങളെ അലങ്കൃതമാക്കിക്കൊണ്ട് ഇതുവഴി വരും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ശരത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ രണ്ടാമത്തെ വണ്ടിയിൽ കാണുന്ന വെട്ടം അത് ശരത്തിൻ്റെയാണ്. അത് അദ്ദേഹം ശരത്താണ്. ഇതിനിടെ കൂടെ ശരത്ത് ഫോക്കസ് ആവുന്നില്ല. അതാ വന്നിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ശരത്. രണ്ടുപേര് ശരത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വരസിദ്ധമായ ആ നടന വൈഭവത്തിലൂടെ അദ്ദേഹം വന്ന് കടയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് നമുക്ക് ചോദിക്കാം. അച്ചോണൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മുടെ കൊട്ടാരക്കര നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് നാളെ ബർത്ത്ഡേയുടെ പരിപാടിയായിട്ട് കുറച്ച് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയൊരു തട്ടുദോശ നിറയ്ക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അയാളുടെ ഒരു ചെറിയ പരിപാടിയായിട്ട് നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നയാ. പട്ടായിലൊരു ലൈക്ക് അത്യാവശ്യം നല്ല ഒരു ലൈക്ക് എന്താ പറയുന്നത്, നല്ല വെറൈറ്റി ആയിട്ട് തട്ടുദോശ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് വന്നേക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഓർഡർ പുതിയ കട ലൈക്ക് എന്താ നോർമൽ തട്ടുദോശ സെറ്റപ്പിൽ നിന്ന് കുറച്ചുകൂടെ ഒരു നോർത്ത് പുതിയൊരു കടയാണ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാല് 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ പന്നിയെ കാര്യം പന്നിയെ കൊല്ലാൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഈ കട കണ്ട. അങ്ങനെ ഞങ്ങൾ പുതിയതായിട്ട് അങ്ങനെ കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ രണ്ടാമത്തെ തവണ വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് ഞങ്ങള് ദോശ ലൈക്ക് നോർമൽ അന്ന് നിങ്ങൾ വന്നപ്പോ എന്ത് കഴിച്ചു? അന്ന് ആക്ച്വലി നമ്മൾ കഴിച്ചെന്ന് വെച്ചാൽ ദോശ സെറ്റപ്പ് ഒക്കെ ഉള്ളായിരുന്നു. അന്ന് ക്ലോസിംഗ് ടൈമിലായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് ഇതുപോലെ നോർത്തേൺ സ്റ്റൈല് ഫുഡുകളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി പിടിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ലൈക്ക് നെയ് റോസ്റ്റിനകത്ത് പൊടി ദോശ സെറ്റപ്പിൽ ഒരു ടൈപ്പ് വെറൈറ്റി ഐറ്റം ഉണ്ട്. ഇവിടെ മാത്രമേ പട്ടായിൽ ഒറ്റ ഷോപ്പിലേ ഉള്ളൂ. സാധാ തട്ടുദോശ പൊറോട്ട കാര്യങ്ങൾ എല്ലായിടത്തും കിട്ടും. പക്ഷേ കൊത്തു പൊറോട്ട ലൈക്ക് ചില്ലി ചിക്കൻസ് അങ്ങനെയുള്ള വെറൈറ്റി ഒരു 10 മണി കഴിഞ്ഞാൽ പട്ടാഴി നോർമലി ക്ലോസ് ആവാനാണ് ചാൻസ്. പക്ഷെ ഇപ്പൊ 10:30 ആയാലും 11:30 ആയാലും 12 മണി ആയാലും ഈ ഷോപ്പ് ഓപ്പൺ ആണ്.
അപ്പം ലൈക്ക് ആരെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ലൈക്ക് നൈറ്റ് ലൈഫ് ലൈക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് വെറൈറ്റി ഫുഡ്, ദോശ, പൊറോട്ട ഒഴിച്ച് ബാക്കി അതിൽ തന്നെ ഒരു വെറൈറ്റി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. സ്പെഷ്യൽ നമുക്കിപ്പം മുട്ട ദോശ ഡബിൾ എടുക്കട്ടെ എന്ന്. ഇങ്ങനെയാണ് മുട്ട ദോശ ഉണ്ടാക്കുന്നത്. പറഞ്ഞു നല്ല ഫുഡാ, നല്ല നല്ല ഫുഡാ ഇവിടുത്തെ. പണിയൊക്കെ എങ്ങനെ? പണി കുഴപ്പമില്ല. പനിയുണ്ടോ? പനി പനിയായിരുന്നു, 2-3 ആഴ്ച പനിയായിരുന്നു. ഇപ്പൊ പനി മാറിയോ? പനി കുറവുണ്ട്. ഒരു പാട്ട് പാടാം. ഇപ്പൊ ഇവിടെ ഇച്ചിരി കച്ചവടം ഉണ്ട്, ആക്കല്ലേ. പിന്നെ ലോകം 150 വരെയാണല്ലോ. അത്രയും കാണത്തില്ലേ? അത്രയും പേര് ഇന്ന് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ 4 ദിവസം ആരും കാണാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ ഇന്നാൾക്കൊക്കെ ആണെങ്കില്ല മറ്റേ ഹാഷറിന്റെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഒരു വർഷത്തിന് മുമ്പായിരിക്കും ഞാൻ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനാണെങ്കിൽ ഒരു ദിവസം ഹാഷറിന്റെ വീഡിയോ ഫുൾ ഫസ്റ്റ് പോസ്റ്റ് വരെ ഞാൻ ചെന്ന് പോയി കണ്ടിട്ടുണ്ട്. ഓരോ അവിടെ ഈ വീഡിയോ അങ്ങനെ കാണുന്നു. നമ്മളിപ്പം മുട്ട ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് മുട്ട ഫില്ലിംഗ് ആണ്. നെയ് റോസ്റ്റ് ടൈപ്പാണ് ഇവിടെ വരുന്നത്. അതിന്റെ കൂടെ നമുക്ക് ലൈക്ക് സാമ്പാർ നമ്മളിപ്പോ ഇങ്ങനെ മിക്സ് ചെയ്യും. ചമ്മന്തി ഇതെന്താ? അത് നമ്മുടെ ഗ്രേവിയാണ്, ഗ്രേവി ടൈപ്പ്. നമ്മളിപ്പോ സാമ്പാർ ഇങ്ങനെ എടുത്ത് ലൈക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് ചമ്മന്തി, നമ്മുടെ നോർമൽ ചമ്മന്തി, ഫുഡിന്റെ ക്വാളിറ്റി, ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് ഇപ്പൊ കഴിച്ചപ്പോ നമുക്ക് ആ ഒരു കൊച്ചിയിലെ നൊസ്റ്റാൾജി കിട്ടി. ഫുഡ് കഴിച്ചിരിക്കുന്നു. സ്പോട്ട് ആർക്കും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഗൗരി ടീ സ്റ്റാൾ, നമ്മുടെ ലൈക്ക് പോസ്റ്റ് ഓഫീസ്, റിയൽ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഗൗരി ടീ സ്റ്റാൾ. നമുക്ക് സ്നാക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നൈറ്റ് ലൈവാണ്. പട്ടാഴി മാർക്കറ്റ് ജംഗ്ഷനോട് സൈഡിലായിട്ടാണ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ, ഫുഡ് കഴിച്ചവരോട് തന്നെ ചോദിക്കാം, ലൈക്ക് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. അതിന് പിന്നെ വേറൊരു സത്യം ഞാൻ പറയാം. ഇവൻ പറഞ്ഞ അവന്റെ വോയിസിലുള്ള വ്ളോഗ് മാത്രമേ അപ്ലോഡ് ചെയ്ത് ഇത് കട്ട് ചെയ്തോളാം. ഗൈസ്, നിങ്ങൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഫീഡ്ബാക്ക് വയ്ക്കാം. കാണണോ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡാണ്, നല്ല ഫുഡ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ദോശ, പട്ടാഴിയിൽ ഇപ്പോൾ വന്നതേ വെച്ച് നല്ലൊരു ഫുഡുള്ള കടയാണ്. നോർമലി തട്ട് ദോശ, സാമ്പാർ, ഓംപ്ലേറ്റ് എന്ന കൺസെപ്റ്റിൽ അത് മാറി നല്ലൊരു കട. നമുക്ക് ലൈക്ക് എന്താ കൊത്തു പൊറോട്ട ആണെങ്കിലും എല്ലാം നല്ല കൊത്തു പൊറോട്ട, പിന്നെ ലൈക്ക് പൊടി ദോശ, അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യാനുള്ളവർക്ക് ഇനി പട്ടാഴി വന്നാൽ മതി. ഓക്കെ. നൈറ്റിലേക്ക് 12:30 ഞങ്ങൾ അതിനകത്തൊക്കെ നേരത്തെ കഴിക്കാൻ പോകുന്നത്. ഇപ്പം പട്ടാഴി തന്നെ വന്നാൽ മതി. നല്ല ആഹാരം. ഓക്കെ ഓക്കെടാ. എന്താ പറ, എന്തോ ഫുഡ് എങ്ങനെ ഉണ്ടാവും? ഫുഡ് അത് 2ാം തവണ ആയിരുന്നേ. അടിപൊളിയാണ്. വെറുതെ കടയിൽ പോക്കി പറയാനും പ്രൊമോഷന് വേണ്ടി ഒന്നും പറയുന്നതല്ല, നല്ല കടയാണ്. ഈ പട്ടാഴിയില് ഇപ്പൊ വെറൈറ്റി ഫുഡ് കിട്ടുന്ന, അതായത് നമ്മൾ എറണാകുളത്തും നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുള്ള, ദൂര സ്ഥലങ്ങളിൽ റീലിലൊക്കെ കണ്ടിട്ടുള്ള കുറെ ഫുഡുകളില്ലേ, അതിവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മള് ലൈക്ക് എന്താ പറയാ, നൈറ്റ് ലൈഫ് പട്ടാഴിയിലില്ല എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട് എല്ലാവരും. ഈ ഒരൊറ്റ കട കൊണ്ട് അത് മാറാൻ പോവുകയാണ്. ഈ വ്ളോഗറിന്റെ ഓണറിനെ നമ്മൾ ജസ്റ്റ് 2 വാക്കുകൾ സംസാരിക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് വ്ളോഗർ പറയും? പക്ഷേ ഈ വ്ളോഗർ ഇത് കട്ട് ചെയ്ത് കളയുന്നതാണ്. പണി ഇല്ല, കട്ട് ചെയ്ത് കളയുന്നില്ല. നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം ഇത് എന്തെങ്കിലുമൊക്കെ വരും ഇതിനകത്ത്. വീഡിയോസ് ഒന്നും എന്ന് വരും അങ്ങനെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഇതൊക്കെ എന്തെങ്കിലും വരും. ഇത് അപ്ലോഡ് ആവുമ്പോ അപ്ലോഡ് ആവും. അവിടുത്തെ ഒരു കക്ഷിയുടെ പരിപാടി ഫ്ലവേഴ്സ് വരും നോക്കി അങ്ങനെ ഉണ്ടായോ? ഇത് അപ്ലോഡ് ആവും. ഇതിപ്പോ ഗോവൻ സീരീസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നതിന് ഇടയിൽ കൂടെ ഒക്കെ ഇത് വന്നോണ്ടിരിക്കുക. ഇത് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ആവും. ഇന്ന് ദിവസമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ
ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തലേന്നത്തെ വ്ളോഗ് അങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.